വലിയ ഒരു അപകടത്തിൽ നിന്നാണ് സത്യത്തിൽ രക്ഷപ്പെട്ടത്. ഇന്നലെ ഒരു ഇൻസ്പെക്ഷൻ പാലക്കാട് നിന്ന് ടീം വന്ന് ഇത് പൊളിക്കാൻ തീരുമാനിച്ചതാണ്. ഈ പൈലിങ്ങിനെ തുടർന്നുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ രണ്ട് ഭാഗത്തുള്ള പൈലിങ്ങിനെ തുടർന്ന് ബലക്ഷയം സംഭവിച്ചു എന്നുള്ള ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് പൊളിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ന് ആക്ച്വലി പൊളിക്കാൻ വെച്ചതായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വലിയ അപകടങ്ങളിലേക്ക് ഇത് എത്തുമായിരുന്നു. ഇപ്പോൾ 1, 2, 3 ലൈനുകൾ ഓപ്പറേഷണൽ അല്ല. അതെത്രയും പെട്ടെന്ന് ഒറ്റ ലൈനിലൂടെ മാത്രമേ ഇനി ഇപ്പോൾ ഫോർ എ ടൈം ബീങ് അതെപ്പോൾ എന്നുള്ളത് വൈകുന്നേരത്തോടു കൂടി 1ാം ലൈന് കറക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ഡിലേ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒറ്റ ലൈൻ ഓപ്പറേഷണലാണ് ഇനി നമ്മൾ പോകേണ്ടി വരിക. ചില തീവണ്ടികൾ കല്ലായിൽ നിന്ന് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കല്ലായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലെത്തുമായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടം, ഇത് വലിയൊരു പ്രോജക്റ്റ് എത്രയോ കാലമായി, ഇതിനൊരു മെല്ലപ്പോക്ക് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. കുറേ കൂടിയൊരു ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് ഇങ്ങനെ ആകുമായിരുന്നില്ല. നമ്മൾ ഈ റെയിൽവേ വലിയൊരു പ്രോജക്റ്റാണ്. നമ്മളെ MP രാഘവേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ നിരന്തരമായ ഒരു പ്രവർത്തനത്തിനൊടുവിലാണ് നമുക്ക് വലിയ ആധുനികമായ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് 20% പണി പോലും നടന്നിട്ടില്ല. അപ്പോൾ ഒരു വലിയ കാലയളവ് ഇപ്പോൾ ഈ നഗരത്തിലുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇതുകൊണ്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇനി ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടായത് ആളുകൾ അപകടമില്ല, പക്ഷേ കുറേ കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ ഇത് കാരണമായേക്കുമെന്നുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നലെ ഇത് ഇൻസ്പെക്ട് ചെയ്തു തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇത് 24 മണിക്കൂർ കഴിഞ്ഞതൊരു ടൈം മെഷീനൊന്നും വെച്ചതായിരുന്നില്ല. നമ്മളെ ദുർബലമായ കാലാവസ്ഥ ആയതുകൊണ്ടാണ് സത്യത്തിൽ ഇത് ഇന്ന് പൊളിഞ്ഞത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വർഷം ഏറ്റവും ദുർബലമായ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഇൻസ്പെക്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ തന്നെ അതിനകത്ത് നമ്മളൊരു പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്ന അതാണ്. ഇതൊക്കെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിനകത്തൊന്നും മറ്റു തലത്തിൽ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഒക്കത്തിൽ നിന്നും നമ്മൾ മാറി നിന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അവർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നിങ്ങളോട് പറഞ്ഞുവെങ്കിൽ ഇതിനകത്ത് കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ വർഷം ദുർബലമായ മൺസൂൺ അല്ലായിരുന്നുവെങ്കിൽ ഇത് എന്നോ പൊളിയുമായിരുന്നു. 2, ഈ ട്രെയിൻ ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ പൊളിക്കാൻ വെച്ച ഒരിടത്ത് ഇങ്ങനെ ട്രെയിൻ നിർത്തുക എന്ന് പറയുന്നത്, ഇതൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളത് ആദ്യം റിസർവ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു കാര്യം സത്യമാണ്, ഈ പദ്ധതി വളരെ വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഒരു മേൽനോട്ടമോ അതല്ലെങ്കിൽ ഒരു വളരെ ദ്രുതഗതിയിൽ ഇത്തരം നമ്മളെ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. കോഴിക്കോട് നഗരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഗതാഗത കുരുക്കിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വളരെ പേഷ്യൻസോടുകൂടി അതിനെ സഹകരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പേഷ്യൻസ് അനന്തമല്ല, പക്ഷെ ഇവിടെ അനന്തമാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഏതായാലും ഇതിനകത്ത് ഇന്നലെയാണോ ഇൻസ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. ഇത്തരം ദുർബലമായി നിൽക്കുന്ന പൈലിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്യണമായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് പൈലിംഗ് ആരംഭിച്ചപ്പം ഇതിനകത്ത് ക്ഷത സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഇത് വളരെ ഇത്ര പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അത് പൈലിങ്ങിന് മുമ്പ് ഇത് ചെയ്യേണ്ടതായിരുന്നു ഇല്ലേ എന്നുള്ളതൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വലിയ ക്ലോക്ക് ടവറാണ്, ഒരുപാട് ടൺ കണക്കിന് ഭാരം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ആദ്യമേ റിമൂവ് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എൻജിനീയേഴ്സ് അല്ല, അതുകൊണ്ട് നമ്മൾ പറയാൻ ആളല്ല, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളല്ല. പക്ഷേ ഒരു അലംഭാവം ഇവിടെ ആ അലംഭാവത്തിന് കാരണക്കാരാണെന്നുള്ളതും പിന്നീട് പഠിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മൾ മഹാഭാഗ്യം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുക. വയനാട് ഒരു മഹാദുരന്തം ഉണ്ടായി, പക്ഷെ നമ്മൾ കുറേ ജീവനുകളെങ്കിലൊക്കെ അവിടെ രക്ഷിക്കാൻ സാധിച്ച ഒരു കാര്യം നിൽക്കുക. ഇതിവിടെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന വളരെ വൃദ്ധരായ ട്രെയിൻ യാത്ര കഴിയുന്ന കുറേയൊക്കെ പ്രായമുള്ള ആളുകളാണ് കൂടുതൽ ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓടി മാറാൻ പോലും സാധിക്കാത്ത ഒരുപാട് മനുഷ്യരിതിൽ പെട്ടുപോകുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ
ഇതിനകത്തൊരു വലിയ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. ഒരു അന്വേഷണം രണ്ട് കാര്യത്തിലായിരിക്കണം. ഒന്ന്, ഇതിന് ഇത്രയും ഡിലേ സംഭവിക്കുന്നത്, ഈ വർക്ക് നേരം വൈകുന്നതിൻ്റെ പിന്നിൽ എന്ത്. രണ്ട്, ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പണി ആരംഭിക്കുമ്പോൾ തന്നെ പൊളിച്ചു മാറ്റേണ്ടിയിരുന്നില്ലേ? അതല്ലെങ്കിൽ ഇപ്പോൾ പൊളിഞ്ഞു മാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉത്തരവുകളൊന്നും കണ്ടിട്ടില്ല. അവർ തീരുമാനിച്ചു എന്ന് അവർ പറയുന്നതിനെ നമ്മൾ ഫേസ് വാല്യൂയിൽ എടുക്കുന്നു. പക്ഷെ അപ്പോഴും ഈ വലിയ കെടുതികൾ വലിയ രീതിയിൽ ഇല്ലാത്ത ഈ വർഷത്ത് ഇത് നേരത്തെ സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടി നിർബന്ധമായി അന്വേഷിക്കപ്പെടണം.